ഇന്നത്തെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അല്ലേ ബിന്ദു? റോമിയോ ആൻഡ് ജൂലിയറ്റ്, എ നൈസ് ലവ് സ്റ്റോറി. എനിക്ക് ഒട്ടും രസിച്ചില്ല. നിനക്കൊക്കെ പിന്നെ പ്രേമം എന്ന് പറഞ്ഞാൽ അത് മതിയല്ലേ രസിക്കാൻ. ബിന്ദുവിന് എന്റെ സന്യാസിമാരുടെ കഥ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ പോലൊന്നും അതിനാടാൻ എന്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ നേരത്തിന് പോയി നാമം ജപിച്ചാൽ അത്രയും മനസ്സും കിട്ടും. പാവം, ഞങ്ങൾ പറഞ്ഞത് അവൾക്ക് വേദനിച്ച് കാണും. എന്റെ റോമിയല്ല ഇരിക്കുന്നത് കേട്ടോ. ഇൻഫാന്റെ മകനാണ്. ഇൻഫാൻ ഇവരെ മറിഞ്ഞാലുള്ള ഗതി അറിയാമല്ലോ. എന്താ കോളേജ് വിട്ട് അരമണിക്കൂറായില്ലേ? രാജി, മോഹനും ഗതിയെ ഞാൻ വരട്ടെ. ബൈ. കായലരികത്തു വളയെറിഞ്ഞപ്പം കരയുന്ന പുഴ ചിരിക്കുന്ന. നമുക്കിവിടെ ഇരിക്കാം. പിന്നെ ഇത് ഫൈനൽ ഇയറാണ്, ഓർമ്മയുണ്ടല്ലോ. അതിനെന്താ, നല്ലതുപോലെ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങാൻ നോക്കണം. ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പുസ്തകം തുറന്നാലുടൻ പൂത്തുലി നിൽക്കുന്ന ഈ സൗന്ദര്യം പുസ്തകത്തിൽ കയറി നിൽപ്പാണ്. പിന്നെ എങ്ങനെ പഠിക്കും? മോഹൻ പുസ്തകം തുറന്നാൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. എന്റെ കാര്യം അങ്ങനല്ല. എവിടെ തിരിഞ്ഞാലും ഈ മുഖം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വർഷം കഴിഞ്ഞാലുടനെ. എന്താ നിർത്തിയത്? ഈ വർഷം കഴിഞ്ഞാലുടനെ നമ്മുടെ വിവാഹം നടത്തണം. ഞാനും ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻ. ഓ, സങ്കല്പിക്കാൻ തന്നെ എന്ത് സുഖമാണ്. നീയും ഞാനും മാത്രമുള്ള ഉദ്യാനത്തിൽ രണ്ട് പൂമ്പാറ്റകളെ പോലെ മാറിപ്പറന്ന് നടക്കുന്നത്. തീപ്പറ്റിയുണ്ടോ? ഞാൻ വലിക്കാറില്ല. ഇന്ന് നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു. പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. ഭയങ്കരമായ ക്ഷീണം. ഏതായാലും അല്പം നേരം ഇവിടെ ഇരുന്ന് കളയാം. രാജി, നമുക്ക് പോകാം. വാ, നമുക്കിതിനകത്തിരിക്കാം. ആരും ശല്യം ചെയ്യില്ല. എന്നെ വിടത്തില്ല. ഇതേ പൂച്ച സന്യാസി മനസ്സുഖത്തിന് വേണ്ടി നാമജപിക്കായിരിക്കും. വരൂ രാജി, നമുക്ക് അവരുടെ തപസ് മുടക്കണ്ട. പോകാം. വാ. നീ കളിയാക്കാൻ ആള് സമർത്ഥനാണല്ലോ. നീ എന്താ ഈ പെണ്ണുമായി കറക്കം? അയ്യോ, ഈ നാട് വളരെ മോശമാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം. മോഹൻ, നിന്റെ നാട് ഏതാണ്? എന്റെ അമ്മയുടെ നാട് ഇതാണ്. നിന്റെ തന്തയുടെയോ? തിരുവനന്തപുരം. എന്നാൽ ഞാൻ വരട്ടെ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? വേണ്ട മോഹൻ, നമുക്ക് പോവാം. നീ പേടിക്കാതെ. Come on. അടി പിടി തമ്മിൽ അടി കടി പിടി കടിപ്പിടി.
സോറി ലെറ്റ് us be frank. നിന്നെ കൂടെ കയ്യിൽ മാറാ. അച്ഛാ, ഈ വണ്ടിക്ക് പെൻഷൻ കൊടുത്തുകൂടെ ഇനിയും? എന്താ കാര്യം? പഴയതായില്ലേ? കൊള്ളാം. ഈ വണ്ടിയേക്കാൾ പഴക്കം ചെന്നാണ് നിന്റെ അമ്മ. അപ്പോ നിന്റെ അമ്മയ്ക്കും പെൻഷൻ കൊടുത്ത് പറഞ്ഞേക്കട്ടെ. വരണടാ പിള്ളേരെ, ഒരു ഇപ്പൊ സ്റ്റാർട്ടാവും. ഒന്നിച്ച് പിടിച്ചോ. 1 2 3. അതല്ലേ നീ എന്തിനാ വിഷമിക്കുന്നു? ഈ 4 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ചയായി. ഇന്ന് അവൻ പോകുന്ന കാര്യം ഓർത്തിട്ട് കാലത്ത് മുതൽ നീ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. വരും. നോക്കിയാ ഓടിച്ചത്, പക്ഷേ നോട്ടം തെറ്റിപ്പോയി. ആരായാലും തെറ്റിപ്പോവും. അതേ പ്രസംഗം പറയുന്നു. അയ്യോ അയ്യോ പർവ്വത്തുമതി വല്ലതും കൊള്ളും. അയ്യോ അയ്യോ എറിയുന്ന പൊട്ടും പൊട്ടട്ടെ പൊട്ടും. അതല്ല, ഞാൻ ആലോചിച്ചായിരുന്നു, ഈ മത്തങ്ങയും ഭവതിയും ഒരുപോലെ ആണല്ലോ. എന്താ പറഞ്ഞു? ഞാൻ മത്തങ്ങ പോലെയാണെന്നോ? കാഴ്ചയിലുള്ള സൗന്ദര്യത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പുറംതൊലി അല്പം കട്ടിയുള്ളതാണെങ്കിലും അകം വളരെ മൃദുലമായിരിക്കും. കൊണ്ടുപോയി. താങ്ക് യു. എന്നെ മത്തങ്ങയായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ കുറെ നേരം കൂടി ഇരുന്നേനെ. ഭാഗ്യം ചെയ്ത് എന്റെ മത്തി അവളുടെ പ്രേമം സമ്പാദിക്കുന്നത് വരെ ഞാൻ ഇതിനാർക്കും കൊടുക്കുകയില്ല. അവരുടെ പ്രേമം സമ്പാദിക്കാൻ പറഞ്ഞാല് താൻ ട്രെയിനിന് അടിയിൽ പോകും. ഞാൻ എന്തിനാ ട്രെയിനിന്റെ അടിയിൽ പോകുന്നത്? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ആ പെണ്ണേതാണെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഈശ്വര പിള്ളല്ലേ? ഈശ്വര പിള്ള അവരുടെ മൂത്ത മകളാ. മനസ്സിലായോ? അതിനെ പാളം തെറ്റിച്ചാലേ സംഗതി കുഴപ്പത്തിലാണ്. പാളം തെറ്റിച്ചാലല്ലേ ഉള്ളൂ. നേരെ റെയിൽ എത്ര